പ്രിയപ്പെട്ടവരെ, നമസ്കാരം. നമ്മളിന്ന് പരിശോധിക്കുന്നത് ഈ ആഴ്ചയിലെ പൊതുഫലമാണ്. 2026 ഏപ്രിൽ മാസം 19 തീയതി ഞായറാഴ്ച മുതൽ ഏപ്രിൽ മാസം 25 തീയതി ശനിയാഴ്ച വരെയുള്ള മുഴുവൻ നാളുകളുടെയും പൊതുഫലമാണ്. പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ആശംസിക്കുകയാണ്. ഒരു വിഷുക്കാലം നമ്മളെ കടന്നുപോയി. വീണ്ടും വേനൽക്കാലം ശക്തി പ്രാപിക്കുകയാണ്. ഈ സമയത്ത് നമ്മളുടെ ഓരോ രാശിയിലുമുള്ള നക്ഷത്രക്കാർക്ക് എന്തൊക്കെ ഫലങ്ങളാണ് സംഭവിക്കാണ്ടിരിക്കുന്നതെന്നും പരിശോധിച്ചു നോക്കാം. ഈ ആഴ്ചയിലെ ഗ്രഹനില നമുക്ക് ആദ്യമായി പരിശോധിക്കാം. ഈ ആഴ്ച ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത് ഇപ്രകാരമാണ്. സൂര്യൻ അതിൻ്റെ ഉച്ചസ്ഥായിയിലാണ്, അതായത് മേടൻ രാശിയിലാണ്. ആത്മവിശ്വാസത്തിൻ്റെ കൊടുമുടിയിലാണ് സൂര്യൻ്റെ പ്രഭാവം നിൽക്കുന്നത്. ചന്ദ്രൻ ഇടവൻ രാശിയിൽ തുടങ്ങി ചിങ്ങം രാശി വരെയാണ് ഈ ആഴ്ച സഞ്ചരിക്കുന്നത്. ചൊവ്വ മിഥുനത്തിൽ തുടരുകയാണ്. ബുധൻ മീനത്തിൽ നീചാവസ്ഥയിൽ നിന്ന് ക്രമേണ രാശിമാറ്റത്തിന് ഒരുങ്ങുന്നതായി കാണുന്നുണ്ട്. ആശയവിനിമയത്തിൽ ജാഗ്രത അനിവാര്യമാണ്. വ്യാഴം ഇടവത്തിലാണ്, സ്ഥിരത നൽകുന്നൊരു സമയമാണ്. ശുക്രൻ, ശനി എന്നിവ കുംഭത്തിലാണ്. കർമ്മരംഗത്തും ബന്ധങ്ങളിലുമൊക്കെ വലിയ സ്വാധീനം ചെലുത്തുന്ന ഒരു സമയമാണ്. രാഹു, കേതു എന്നിവ മീനം, കന്നി, അച്യുതണ്ടിലാണ്. വാരഫലം അത് നമുക്കൊന്ന് പരിശോധിക്കാം. 12 രാശികൾക്കും പ്രത്യേകമായിട്ടാണ് പറയുന്നത്. ആദ്യമായി നമ്മൾ പരിശോധിക്കുന്നത് മേടൻ രാശി നക്ഷത്രങ്ങൾ. അശ്വതി, ഭരണി, കാർത്തികക്കാൽ ഇവയാണ് മേടൻ രാശി നക്ഷത്രങ്ങൾ. പൊതുവെ പറയുകയാണെങ്കിൽ സൂര്യൻ രാശിയിൽ നിൽക്കുന്നതിനാൽ തേജസ്സും അംഗീകാരവും വർദ്ധിക്കുന്നൊരു സമയമായിരിക്കും. അപ്രതീക്ഷിതമായ ധനലാഭം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും. പഴയ കുടിശ്ശികളൊക്കെ തിരിച്ചു കിട്ടാനുള്ള സാധ്യതയുണ്ട്. മംഗളകർമ്മങ്ങൾ പങ്കെടുക്കാനുള്ള സാധ്യതയുണ്ട്. ദാമ്പത്യത്തിൽ ചെറിയ വാഗ്വാദങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതൊക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. ജോലിയുടെ കാര്യത്തിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾക്ക് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു. നേതൃപാഠവും ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ അംഗീകരിക്കപ്പെടുന്ന സാഹചര്യമാണുള്ളത്. ആദിത്യഹൃദയം സ്തോത്രം ജപിക്കുന്നത് ഈ നക്ഷത്രക്കാർക്കെല്ലാം തന്നെ ഈ അവസരത്തിൽ വളരെ ഫലത്തെ ചെയ്യുന്നതാണ്. രണ്ടാമതായി നമ്മൾ പരിശോധിക്കുന്നത് ഇടവൻ രാശി നക്ഷത്രങ്ങളാണ്. കാർത്തിക മുക്കാൽ ഭാഗം, രോഹിണി, മകൈരമര ഇവയാണ് ഇടവൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ചന്ദ്രൻ രാശിയിൽ നിൽക്കുന്ന ആഴ്ചയുടെ തുടക്കം മനസ്സിന് സന്തോഷം നൽകുന്നൊരു സമയമാണ്. വിവേകപൂർണമായ നിക്ഷേപങ്ങൾ നിങ്ങൾക്ക് ലാഭത്തെ ഉണ്ടാക്കിത്തരും എന്നുള്ളതാണ് പ്രത്യേകമായി എടുത്തു പറയേണ്ടത്. ആഡംബര ചിലവ് നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. ബന്ധുക്കളുടെ സമാഗമം നിങ്ങളുടെ വീടുകളിലേക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വീട് നവീകരണത്തിന് അനുയോജ്യമായൊരു സമയമാണ്. സഹപ്രവർത്തകരുടെ പിന്തുണ ലഭിക്കുമെന്നാണ് കാണുന്നത്. പ്ലാനിങ്ങുകളൊക്കെ വിജയിച്ചു പോകുമെന്നും കാണുന്നുണ്ട്. മഹാലക്ഷ്മി അഷ്ടോത്തരം ജപിക്കുന്നത് വലിയ ഫലത്തെ നിങ്ങൾക്ക് നൽകും. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് മിഥുനൻ രാശി നക്ഷത്രങ്ങളാണ്. മകൈരമര, തിരുവാതിര, പുണർദം, മുക്കാൽ ഇവയാണ് മിഥുനൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ചൊവ്വ രാശി നിൽക്കുന്നതിനാൽ അമിത വേഗവും ദേഷ്യവും നിയന്ത്രിക്കേണ്ടത് അനിവാര്യമാണ്. പണമിടപാടുകളിൽ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. മക്കളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അത്യാവശ്യമായിട്ട് വരും. ജോലി ഭാരം കൂടാനുള്ള സാധ്യതയുണ്ട്. എടുത്തുചാട്ടം മൂലം പിഴവുകൾ സംഭവിക്കാതെ നോക്കേണ്ടതും അനിവാര്യമാണ്. സുബ്രഹ്മണ്യ സ്വാമിക്ക് അഭിഷേകം അല്ലെങ്കിൽ വിളക്കൊക്കെ തെളിക്കുന്നത് നിങ്ങൾക്ക് വലിയ ഫലത്തെ ഈ ആഴ്ച നൽകുന്നതാണ്. കർക്കിടകൻ രാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ് അടുത്തതായി പരിശോധിക്കുന്നത്. പുണർദം, കാൽഭാഗം, പൂയം, ആയില്യം എന്നിവയാണ് കർക്കിടകൻ രാശി നക്ഷത്രങ്ങൾ. ഭാഗ്യാനുഭവങ്ങൾ വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഈ കർക്കിടകൻ രാശി നക്ഷത്രത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ ആഴ്ച. ആത്മീയ കാര്യങ്ങൾ താല്പര്യം കൂടാനുള്ള സാധ്യതയുണ്ട്. പിതൃസ്വത്ത് ലഭിക്കാനോ ഉപയോഗിക്കാനോ ഉള്ള അവസരം നിങ്ങൾക്ക് ഈ അവസരത്തിൽ വന്നു ചേരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. പങ്കാളിയുമായി നിലനിന്നിരുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ മാറിപ്പോകാനുള്ള സാധ്യതയുണ്ട്. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവരാണെങ്കിൽ അതിന് അനുകൂലമായ വാർത്തകളും അവസരങ്ങളും നിങ്ങളെ തേടിയെത്തും എന്നുള്ളതും പറയാം. തിങ്കളാഴ്ച ശിവക്ഷേത്രത്തിൽ ദർശനം ചെയ്യുന്നത് പുണ്യദായകമാണ്. വീണ്ടും നമ്മൾ പരിശോധിക്കാം ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ. മകം, പൂരം, ഉത്രം, കാൽ ഇവയാണ് ചിങ്ങൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. കർമ്മരംഗത്ത് വലിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാവുന്നതാണ്. തൊഴിൽപരമായ നേട്ടങ്ങളുടെ വരുമാനം ഉയരുമെന്നും കാണുന്നുണ്ട്. അച്ഛൻ്റെ ആരോഗ്യം ശ്രദ്ധിക്കേണ്ടത് അനിവാര്യമായൊരു കാര്യമാണ്. കുടുംബത്തിൽ സമാധാനം നിലനിൽക്കാനുള്ള സാധ്യതയുണ്ട്. മേലുദ്യോഗസ്ഥരിൽ നിന്നും പ്രശംസ ലഭിക്കുമെന്നാണ് കാണുന്നത്. പ്രമോഷൻ കാര്യങ്ങളിലൊക്കെ ചർച്ചകൾ നടന്നേക്കാനുള്ള സാധ്യതയുണ്ട്. ഞായറാഴ്ച സൂര്യന് ജലമർപ്പിക്കുകയാണ് ഈ നക്ഷത്രക്കാർക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കാര്യം. വീണ്ടും നമ്മൾ പരിശോധിക്കുന്നത് കന്നിരാശി നക്ഷത്രങ്ങളാണ്.
ഉത്രമുക്കാൽ, അത്തം, ചിത്തിരേരെയാണ് കന്നിരാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. യാത്രകൾ ഗുണകരമാകുന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ടാകും. പുതിയ അറിവുകൾ സമ്പാദിക്കാനുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ വർദ്ധിക്കുമെങ്കിലും അതിനുള്ള വരുമാനം വന്നു ചേരുമെന്ന് കാണുന്നുണ്ട്. പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താൻ സമയം കണ്ടെത്തും എന്നാണ് കാണുന്നത്. തടസ്സപ്പെട്ട കാര്യങ്ങൾ പുനരാരംഭിക്കാൻ സാധിക്കുമെന്ന് കാണുന്നുണ്ട്. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത് ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നൊരു കാര്യമാണ്. വീണ്ടും പരിശോധിക്കാം തുലാൻ രാശി നക്ഷത്രങ്ങൾ. ചിത്രേര, ചോതി, വിശാഖം മുക്കാൽ ഭാഗമാണ് തുലാൻ രാശി നക്ഷത്രങ്ങൾ. ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ വേണ്ട സമയമാണ്. കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും ഈ ആഴ്ച ഒഴിവാക്കേണ്ടതാണ്. സംസാരത്തിൽ മിതത്വം പാലിക്കേണ്ടത് അനിവാര്യമാണ്. തെറ്റിദ്ധാരണകൾക്ക് സാധ്യതയുണ്ട്. അപ്രതീക്ഷിതമായി ജോലിയിൽ മാറ്റമോ സ്ഥലം മാറ്റമോ പ്രതീക്ഷിക്കാവുന്നതാണ്. ലളിതാ സഹസ്രനാമം ജപിക്കുന്നത് ഈ നാൾക്കാർക്ക് ഒരുപാട് ആശ്വാസം ലഭിക്കുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കും. വീണ്ടും നമ്മൾ പരിശോധിക്കാം വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ. വിശാഖം, കാൽഭാഗം, അഴുതം, തൃക്കേട്ട ഇവയാണ് വൃശ്ചികൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. പങ്കാളിത്ത ബിസിനസ്സിലും ദാമ്പത്യത്തിലും മികച്ച ഫലങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നുണ്ട്. ആഗ്രഹിച്ച വസ്തുക്കൾ വാങ്ങാനുള്ള സാധ്യതയുണ്ട്. ജീവിത പങ്കാളിയുടെ സഹായം എല്ലാ കാര്യത്തിലും ഉണ്ടാകുമെന്ന് കാണുന്നുണ്ട്. പുതിയ കരാറുകളിൽ ഒപ്പിടാനുള്ള അനുയോജ്യമായ സമയമാണ്. നമ്മൾ വീണ്ടും പരിശോധിക്കുന്നത് ധനുരാശി നക്ഷത്രങ്ങളെക്കുറിച്ചാണ്. മൂലം, പൂരാടം, ഉത്രാടം കാൽഭാഗമാണ് ധനുരാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. ശത്രുക്കളുടെ നീക്കങ്ങളെ പരാജയപ്പെടുത്താൻ സാധിക്കുന്ന ഒരു സമയമാണ് നിങ്ങൾക്ക്. കോടതി കാര്യങ്ങളിൽ അനുകൂലമായ വിധിയുണ്ടാകുമെന്ന് കാണുന്നുണ്ട്. ലോണുകൾ അനുവദിച്ച് കിട്ടാനുള്ള സാധ്യതയുണ്ട്. പഴയ കടങ്ങൾ തീർക്കാൻ നിങ്ങൾക്ക് വഴി ഒരുങ്ങി വരുമെന്നാണ് കാണുന്നത്. ബന്ധുക്കളുമായുള്ള തർക്കങ്ങൾ പരിഹരിക്കപ്പെടും. കഠിനാധ്വാനത്തിന് ഫലം ലഭിക്കുന്ന ഒരു സമയമാണ്. വ്യാഴാഴ്ച ദക്ഷിണാമൂർത്തിയെ മഞ്ഞപ്പൂക്കൾ ധരിപ്പിക്കുന്നതും അർച്ചന ചെയ്യുന്നതും നിങ്ങൾക്കെല്ലാം വലിയ ഫലത്തെ നൽകുന്നൊരു സമയമാണ്. വീണ്ടും പരിശോധിക്കാം മകരം രാശി നക്ഷത്രങ്ങൾ. ഉത്രാടം മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടമര ഇവയാണ് മകരം രാശി നക്ഷത്രങ്ങൾ. ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ വിജയം കൈവരിക്കുമെന്നാണ് കാണാനുള്ളത്. കലാപരമായ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ടാകും. ഊഹക്കച്ചവടത്തിൽ ലാഭം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. കുട്ടികൾക്കായി പണം ചെലവഴിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. പ്രണയബന്ധങ്ങൾ പുരോഗതി ഉണ്ടാകും. സന്തോഷകരമായ വാർത്തകൾ നിങ്ങളെ തേടിയെത്തും എന്നും കാണുന്നുണ്ട്. പുതിയ പ്രൊജക്റ്റുകളിൽ ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കേണ്ട സമയമാണ്. ശനിയാഴ്ച നീരാഞ്ജനം അഥവാ എള്ളെണ്ണ വിളക്ക് തെളിക്കുന്നത് ശ്രേയസ്സും പ്രേയസ്സും നൽകുമെന്നാണ് പറയാനുള്ളത്. വീണ്ടും പരിശോധിക്കാം കുംഭം രാശി നക്ഷത്രങ്ങൾ. അവിട്ടം, അര, ചതയം, പൂരൂരുട്ടാതി മുക്കാൽ ഭാഗമാണ് കുംഭം രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത്. വീട്, വാഹനം എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും. സാമ്പത്തികമായ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ അനാവശ്യമായ ഉത്കണ്ഠകൾ ഒഴിവാക്കി മുന്നോട്ട് പോകേണ്ടതാണ്. സാമ്പത്തിക കാര്യങ്ങൾ നിങ്ങൾക്ക് സുരക്ഷിതമായൊരു സമയമാണിത്. മാതാവിൻ്റെ പിന്തുണയും ആത്മവിശ്വാസവും നിങ്ങൾക്ക് കൂടുതലായി ലഭിക്കും. ജോലിയിൽ കൂടുതൽ ഏകാഗ്രത ആവശ്യമായിട്ട് വരുന്നുണ്ട്. ശാസ്താവിനെ ഭജിക്കുന്നത് നിങ്ങളുടെ എല്ലാ തരത്തിലും കഷ്ടപ്പാടുകളെ മാറ്റി നിർത്തുന്നതിന് സഹായകരമാകും. അവസാനമായി നമ്മൾ പരിശോധിക്കുന്നത് മീനൻ രാശി നക്ഷത്രങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും കമൻറ്റ് ചെയ്തും ഒക്കെ സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കണം. എല്ലാ ആഴ്ചയിലും കൃത്യമായി നമ്മൾ ഈ ജാതക ഫലങ്ങൾ അല്ലെങ്കിൽ നാൾഫലങ്ങളൊക്കെ തന്നെ ഇടുന്നതാണ്. എല്ലാവർക്കും ചാനലിലേക്ക് ഈ അവസരത്തിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. മീനൻ രാശി നക്ഷത്രങ്ങൾ എന്ന് പറയുന്നത് പൂരൂരുട്ടാതി, കാൽഭാഗം, ഉത്രട്ടാതി, രേവതി ഇവയാണ് മീനൻ രാശി നക്ഷത്രങ്ങൾ. സഹോദര സഹായം ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ദൂരയാത്രകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കഠിന പരിശ്രമത്തിലൂടെ പണം സമ്പാദിക്കുമെന്ന് കാണുന്നുണ്ട്. അയൽവാസികളുമായി നല്ല ബന്ധം പുലർത്തേണ്ടതാണ്. IT, ആശയവിനിമയം തുടങ്ങിയ മേഖലകളിലുള്ളവർക്ക് മികച്ച ഒരു സമയമാണ് ലഭിക്കുന്നത്. ബുധനാഴ്ച ഗണപതിക്ക് കറുകമാല ധരിപ്പിക്കുന്നതും അർച്ചന ചെയ്യുന്നതും വലിയ ഫലത്തെ നൽകും. പ്രിയപ്പെട്ടവരെ, പൊതുവെ പറയാം, ഈ വാരത്തിൻ്റെ പ്രത്യേകത അനുസരിച്ച് നിങ്ങളെല്ലാവരും തന്നെ ധൈര്യം കൈവിടാതെ പ്രവർത്തിക്കേണ്ടതാണ്. സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ തടസ്സങ്ങൾ സൂര്യപ്രകാശത്തിൽ മഞ്ഞുപോലെ ഉരുകിപ്പോകുമെന്നാണ് കാണാനുള്ളത്. ശനിയാഴ്ചകളിൽ എള്ളെണ്ണ വിളക്ക് തെളിക്കുന്നത് എല്ലാ രാശിക്കാർക്കും എപ്പോഴും ഗുണത്തെ നൽകുന്നൊരു കാര്യമാണ്. എല്ലാവർക്കും ശുഭകരമായ ഒരു വാരം നേരുകയാണ്. ഇത് നിങ്ങളുടെ സ്വന്തം ദർശനം ജ്യോതിഷ കേന്ദ്രം. നന്ദി, നമസ്കാരം.